കേറ് മോളെ. നീ എവിടെ ഓടുന്നേ? താലികെട്ട് കാണാനോ അതോ സദ്യ ഉണ്ണാനോ? രണ്ടിനുമല്ല. അടുത്തു നിന്ന് അവസാന നിമിഷമെങ്കിലും താലികെട്ട് മുടക്കാൻ നോക്കാൻ. അതിന് വ്യക്തമായ പ്ലാൻ വേണം. അവര് മൂന്നുപേരും കൂടി ആ കാറിൽ പോട്ടെ, നമുക്ക് നമ്മുടെ കാറിൽ പോവാം. അത് മതി. രാഖി, നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ പൊയ്ക്കോ. ഒരു ഫ്രണ്ട് ഇപ്പോ വരും. അവളെയും കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ വരാം. ദേ, നല്ല മഴക്കോളുണ്ട്. പെട്ടെന്ന് മണ്ഡപത്തിലെത്തണം. ഒരു ശുഭകാര്യത്തിന് മുമ്പുള്ള മഴ നല്ല ലക്ഷണം. ഞങ്ങൾ ഉടനെ എത്തിക്കൊള്ളാമേ. ഓക്കെ, ശരി. അച്ഛന് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടണമല്ലോ. അങ്കിളിന്റെ ഗുഡ് ബുക്സിൽ കയറി പറ്റിയ കാര്യങ്ങൾ എളുപ്പമായില്ലേ? എന്ത് കാര്യങ്ങൾ എളുപ്പമായെന്ന്? അല്ല, ഞങ്ങള് വന്നോണ്ട് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ കാമുകി ആരാണെന്ന്. അപ്പോഴും ഇങ്ങനെ കൊരങ്ങനെ പോലെ എളിച്ചോണ്ട് നിൽക്കരുത്. ഓക്കെ. അളിയ, പുറത്ത് തകർത്ത് മഴ പെയ്തോണ്ടിരിക്കുക. അളിയന്റെ മനസ്സിലെ പോലെ. മച്ചാ, അവൻ എന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ അവളോട് പറയണോന്ന്. എന്ത്? എന്റെ കാമുകി ആരാണെന്ന്. നീ വൈകിക്കുന്നതാ കുഴപ്പം. ഇപ്പൊ തന്നെ തുറന്നു പറ. അവളുടെ മനസ്സിനൊക്കെ അറിയാവുന്നല്ലേ. എടാ, അവൾ ഓക്കെ ആണ്. ഓക്കെ ആവുന്ന്. എടാ, നമുക്ക് മാധവൻ അങ്കിളിനോട് പറഞ്ഞ് ഇതേ മുഹൂർത്തത്തിൽ തന്നെ നിന്റെ വർഷയുടെ കല്യാണം നടത്താം. ഒരു ചെലവില് 2 കല്യാണം, സദ്യ 1. എടാ, ഇങ്ങനെ ഉച്ചയിഴയുന്ന പോലെ പോയാല് അവിടെ ചെല്ലുമ്പോ വൈകും. എന്റെ പൊന്നു മക്കളെ, നീ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിപ്പോ. നല്ല മഴയാ, റോഡ് കാണാൻ പോലും പറ്റുന്നില്ല. എടേ വയസ്സായി, എനിക്ക് പോലും ഈ റോഡ് നന്നായിട്ട് കാണാം. ഒന്നുമില്ല, നീ ചവിട്ടി വിട്. അല്ലെ നീ ഇങ്ങോട്ട്, ഞാൻ ഓടിക്കാം. വേണ്ട ച, ഞാൻ തന്നെ ഓടിച്ചോളാം. എന്തൊരു മഴയാ മോനെ. വണ്ടി പതുക്കെ സൂക്ഷിച്ചോടിച്ചാ മതി. മരക്കാള് എന്ത് രസമാ അല്ലേ അച്ഛമ്മേ? നമ്മൾ എപ്പഴാ വന്ദനമ്മേ വീട്ടിൽ കൊണ്ടുവരാ? അതിനല്ലേ നമ്മൾ പോകുന്നത്. അച്ഛൻ വന്ദനാമ്മയെ താലി കെട്ടി കഴിഞ്ഞാലുടൻ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. പോരെ? അത് മതി. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീണ്ടും വന്ദനാമ്മ അവരെ വീട്ടിലേക്ക് പോവൂ അച്ഛമ്മേ? ഇല്ല മോളെ. പിന്നെ വന്ദനാമ്മ എപ്പോഴും മോളോടൊപ്പം നമ്മുടെ വീട്ടിൽ കാണും. പോരെ? എന്ത് രസമായിരിക്കും. വന്ദനാമ്മേനൊപ്പം ഒളിച്ചോളി ടിക്കറ്റ് കളിക്കും. അച്ഛമ്മ നോക്കിക്കോ, പൊളിക്കും നമ്മൾ. ഓ, ഇത് കൊള്ളാം. കല്യാണം മുടക്കാനുള്ള പ്ലാൻ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് ഈ കാറിൽ വിളിച്ചു കയറ്റിട്ട്
ആ സമയം മുതൽ സാഗർ മൗനത്തിലാണല്ലോ. അവരുടെ കാറിൽ പോയിരുന്നെങ്കിൽ ഈ വിവാഹം മുടക്കാനുള്ള എന്തെങ്കിലും കൊനിഷ്ടുകൾ ചെയ്യായിരുന്നു. നിനക്ക് ബോറടിച്ചോ? അതെ, എന്റെ ഭാര്യ എന്നോടൊപ്പം യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച തെറ്റാണോ? നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. പക്ഷേ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട വിധത്തിൽ നടന്നോളും. ഈ വിവാഹം തന്നെ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അല്ലല്ലോ. അതാണ് കാര്യം. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് മറക്കാതിരുന്നാൽ മതി. ആ പറ. സാർ, സാർ, ഇവിടെ കാര്യങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ ഇങ്ങോട്ട് വരുന്നില്ലേ? വന്നുകൊണ്ടിരിക്കുക, ഉടനെ എത്തും. സെക്രട്ടറി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടാ, ഇങ്ങനെ കാളവണ്ടി ഓടിക്കും പോലെ ഓടിക്കാതെ പറപ്പിച്ച് വിടും മക്കളെ. രാഖിയും സാഗറും കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. അവര് പിന്നാലെ ഉണ്ടമ്മേ. ഈ കല്യാണത്തിന് വേണ്ടി എന്റെ പെങ്ങളും കുറേയേറെ ബുദ്ധിമുട്ടി. രാഖി സാഗറും ഈ ബന്ധത്തെ ആദ്യം എതിർത്തതാ. അവസാനം അവര് സമ്മതിച്ചു. എല്ലാം ദൈവനിശ്ചയം. ഇനി എന്നെ സാറിന്ന് വിളിക്കരുത്. അടഞ്ഞുപോയ വാതിൽ നിരദൈവമായി തുറന്ന് വന്ദന എന്റെ മോളുടെയും ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരു കുറവും വരില്ല വന്ദനയ്ക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയുടെ അടുത്തേക്കാണ് വന്ദന വരാൻ പോകുന്നത്. ചിന്താവിഷ്ടയായ വന്ദന. ചേച്ചി ഇത്ര സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ആരും കണ്ണു വെച്ചു പോ. വീഡിയോ കോൾ ചെയ്ത് രാജീവേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. എന്നാ ഫോൺ വിളിച്ച് എത്താറായോന്ന് ചോദിക്കേ. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചേച്ചി വിളിക്കണ്ട, ഞാൻ രാജീവേട്ടനെ വീഡിയോ കോൾ ചെയ്യാൻ പോവാ. ചേച്ചി, ഇപ്പോഴേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റൂ. പിന്നെ ഭാര്യയുടെ ലേബലാ. അങ്ങനെ പറഞ്ഞു കൊടുക്കടി. പക്ഷേ നീ ഫോൺ വിളിച്ച് ചേച്ചിക്ക് കൊടുത്തേ. പേടിക്കണ്ട, ഓഡിയോ കോളാ. പിടി പിടി പിടി, സംസാരിക്കേ. ഹലോ വന്ദന. സർ, ഇവിടെ എല്ലാരും പറഞ്ഞപ്പോ പുറപ്പെട്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അത് ശരി. അപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ട് വിളിച്ചതാ, അല്ലാതെ വന്നയുടെ സ്വന്തം ഇഷ്ടത്തിനല്ല. അയ്യോ സർ, അതല്ല. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. സ്റ്റാഫിനെ പോലെ സംസാരിക്കാതെ ഭാര്യയുടെ ടോണിൽ സംസാരിക്കുക ചേച്ചി. ഞാനേ വന്ദനെ അങ്ങോട്ട് വിളിക്കാൻ ഭാവിച്ചപ്പോഴാണ് വന്ദനയുടെ കോൾ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ദാ എത്താറാവുന്നു. ആ പിന്നെ ഞാൻ വന്ദനയ്ക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ? സർപ്രൈസ് ആകില്ലല്ലോ, നേരിട്ട് പറയാം. ആ, നല്ല മഴയാ പുറത്ത്. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. കെട്ടാൻ പോകുന്ന ആളിന്റെ ശബ്ദം കേട്ടപ്പോ സൗന്ദര്യത്തിൽ കൂടിയല്ലോ. നീ നോക്കി, കവിളൊക്കെ ചുമന്ന് തൊടുത്ത്. ചേച്ചിയുടെ നാണിച്ച് ചുവന്ന മുഖം കാണാനാ വിളിക്കാൻ പറഞ്ഞത്. ഒരു സർപ്രൈസിന്റെ കാര്യം രാജീവേട്ടൻ പറഞ്ഞല്ലോ, അതെന്താണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അത്
രാത്രിയിൽ ചെവിയിൽ പറയും. എനിക്ക് സന്തോഷമായി. എന്റെ മോനെയും കൊച്ചുമോളെയും നോക്കാൻ സ്നേഹവും വിശ്വാസവും ഉള്ള ഒരാളെ കിട്ടി. ഇനി ഈ ഇരിക്കുന്ന ഇരിപ്പിലങ്ങ് മരിച്ചു പോയാലും എനിക്ക് സന്തോഷേ ഉള്ളൂ. എന്താ അമ്മേ ഈ സമയത്താണ് മരണത്തെ പറ്റി പറയുന്നത്? ദേ, എന്റെ ഈ ദിയമോളുടെ കല്യാണത്തിന് എനിക്ക് കൂട്ടായിട്ട് എന്റെ അമ്മ വേണം കേട്ടോ. എങ്ങനെയുണ്ടമ്മേ വർഷച്ചേച്ചി ഒരുക്കിയത്? നന്നായിട്ടുണ്ട് മോളെ. എന്റെ മോള് സുന്ദരിയായിട്ടുണ്ട്. അതിന്റെ ഫുൾ ക്രെഡിറ്റും ഈ വർഷയ്ക്കുള്ളതാ. ഒരുങ്ങിയില്ലെങ്കിലും എന്റെ വന്ദനമോളെ കാണാൻ നല്ല ഭംഗിയാ. ഒരു ബ്യൂട്ടീഷ്യന്റെ ഫുൾ ചെലവ് ഞാൻ ലാഭിച്ചു തന്നിട്ടുണ്ടേ. പകരം നിന്റെ കല്യാണത്തിന് നിന്നെ ഒരുക്കുന്നത് ഞാനായിക്കോളാം. അത് തന്നെ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ അമ്മ കാത്തിരുന്നതും പ്രാർത്ഥിച്ചതും. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? കേട്ടു മോളെ. ഈ കല്യാണം മുടക്കാൻ വേണ്ടി രാഖി കുറെ കഷ്ടപ്പെട്ടതല്ലേ? അതിന്റെ ക്ഷീണം തീർന്നിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ ഒന്ന് മയങ്ങിക്കോ. സാഗറെ, വന്ദനെ പോലെ ഒരുത്തിയെ എന്റെ നാത്തൂനാക്കി ഞാൻ വാഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കില്ല ഞാൻ. ഒരമ്മ പ്രസവിച്ച മക്കളൊന്നും അല്ലല്ലോ നീയും രാജീവും. ആ സ്ഥിതിക്ക് അവളെങ്ങനായാലും നിന്റെ നാത്തൂനാവില്ല. എടി രാഗി, നിന്റെ കണക്കൂട്ടലുകളല്ല നിന്റെ ചേട്ടന്റെ കണക്കൂട്ടലുകൾ. രാജീവ് വക്കീലിനോട് രഹസ്യ സംഭാഷണം നടത്തുന്നത് ഞാൻ കേട്ടതാ. എന്തൊക്കെയോ ചില അണ്ടർഗ്രൗണ്ട് പദ്ധതികൾ അയാൾ തയ്യാറാക്കുന്നുണ്ട്. വക്കീലുമായി രഹസ്യ സംഭാഷണോ? എന്നോട് ഇതൊക്കെ സാഗർ നേരത്തെ പറയാത്ത എന്താ? ഈശ്വര, ഇനി സ്വത്ത് മുഴുവൻ ആ വലിഞ്ഞു കയറി വന്നവളുടെ പേരിൽ എഴുതിയോ? ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നീ വെറുതെ ഇരുന്ന് കാഴ്ച കണ്ടാൽ മാത്രം മതി. രാജീവിന്റെ സ്വത്തുക്കളും കൊട്ടാരം പോലുള്ള വീടും ബിസിനസ്സും ഒക്കെ ഇനി രാഖിക്കും എനിക്കും മാത്രമുള്ളതാ. ഓക്കെ 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 ശരി, ഞാൻ വിളിക്കാം. കുട്ടിയെ വിളിച്ച് മണ്ഡപത്തിലിരുത്തുക. തിരുമേനി, ചെറുക്കനും കൂട്ടരും വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അവര് പോലും വരാതെയാണോ വന്ദനെ കതിർ മണ്ഡപത്തിലേക്ക് ഇരുത്തുന്നത്? മോനെ, വന്ദനയുടെ ദോഷഫലങ്ങൾ തീരാൻ തിരുമേനി പറഞ്ഞു വെച്ച ചില പൂജാവിധികൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പൂജാകർമ്മങ്ങൾ പൂർത്തിയായി കഴിയുന്നതോടുകൂടി വന്ദനമോൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. പക്ഷേ നിശ്ചിത സമയത്തിനുള്ളിൽ പൂജാകർമ്മങ്ങൾ പൂർത്തിയാക്കണം. കാശ് തട്ടിയെടുക്കാനുള്ള ഓരോരുത്തരുടെ അടവുകളെ. കല്യാണത്തിന് ചെലവ് നടത്തുന്ന അച്ഛനല്ലേ, ഏട്ടനല്ലല്ലോ. സമയം വൈകിക്കണ്ട, കുട്ടിയെ വിളിച്ചോളൂ. ചന്ദ്രികെ, എന്റെ ഭഗവാനെ,
തൊഴുതോളൂ. ക്ഷേത്രത്തിലെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം വന്ദനമോൾക്ക് ദീർഘസുമംഗലി പൂജാകർമ്മങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരുടെയും ആശീർവാദവും അനുഗ്രഹവും മോൾക്ക് വേണം. കുട്ടി കതിർമണ്ഡപത്തിൽ കയറിയിരുന്നോളൂ. സാഗർ എന്താ കാറിന്റെ സ്പീഡ് കുറച്ചത്? അത് കണ്ണു കാണാൻ പറ്റത്തില്ല, ഭയങ്കര മഴയാ. ഉണ്ടല്ലോ, വേഗം എടുക്ക്. അയ്യോ, നീ ഇതെങ്ങോട്ടാ? അച്ഛാ, ഒന്ന് നോക്കിയിട്ട് വരാം. ലോറി ഇടിച്ച കാറിൽ നമ്മുടെ കാറും കൂട്ടിയിടിച്ചിട്ടുണ്ട്. അച്ഛാ, എന്താണ് അവസ്ഥ നോക്കിയിട്ട് വരാം. വേണ്ട, ആദ്യം ഇടിച്ചത് ലോറിയല്ലേ. ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലോറിക്കാരന്റെ കുറ്റം. ആ ഡോർ എങ്ങനെയെങ്കിലും തുറന്ന് ആ കൊച്ചിനെ പുറത്തെടുക്ക് വേഗം. അതിന് നീ പോയിട്ട് എന്ത് ചെയ്യാനാ? അച്ഛാ, എന്താ ഇത്? അവരാരാണെന്ന് നോക്കണ്ടേ? പരിക്ക് പറ്റിയൊരു ഹോസ്പിറ്റലിലാക്കണ്ടേ? എടാ മരക്കഴുതേ, ഇടിച്ച ലോറി നിർത്താതെ പോയില്ലേ? നീ ഇപ്പൊ ഇറങ്ങിച്ചെന്ന ഈ ആക്സിഡന്റിന്റെ മുഴുവൻ പഴിയും നിന്റെ ചുമലിലിരിക്കും. ഒടുവിൽ നീ പ്രതിക്കൂട്ടിലുമാകും. അച്ഛാ, അതൊന്നും സാരമില്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അച്ഛൻ, ഞാനൊന്ന് നോക്കട്ടെ. പറയുന്ന അവിടെ നിൽക്കാൻ.